ചാവക്കാട് എന്നുള്ള റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, എന്താണ് ചാവക്കാട് സംഭവിച്ചിരിക്കുന്നത്? എത്ര കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നിട്ടുള്ളത്? 37 കുടുംബങ്ങൾക്കാണ് മഞ്ജുഷ ഇത്തരത്തിലുള്ള വഖഫ് ബോർഡിന്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം ഉടൻ, അതല്ല എങ്കിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 10 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാനാണ് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതായത് ചാവക്കാട്, മണത്തല, ഒപ്പം തന്നെ ഒരുമനയൂർ, ഒറ്റതെങ്ങ് കിഴക്ക്, തങ്ങൾപ്പടി, പാലയൂർ, ചക്കക്കണ്ടം തുടങ്ങിയ ഇടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് 37ഓളം കുടുംബങ്ങൾക്കാണ് ഈ സംബന്ധിച്ച് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുഴയ്ക്കൽ തറവാട്ടുകാർക്ക് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് പുഴയ്ക്കൽ തറവാട്ടിൽ നിന്ന് ചാർട്ടി കിട്ടിയ ആ ഒരു ഭൂമി ഇവർ വാങ്ങിക്കുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് വില കൊടുത്ത് വാങ്ങുന്നത്. അത്തരത്തിലുള്ള വീട്ടുകാരിൽ നിന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കും, ഉടൻ ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃത്യമായ രേഖകൾ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായും ഒപ്പം തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ ഈ വീട്ടുകാരുടെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2023 9-ാം മാസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. തുടർന്ന് 4 മാസത്തിന് ശേഷം 2024 ഫെബ്രുവരിയിലാണ് ഈ നോട്ടീസ് ഇവർക്ക് നൽകുന്നത്. ഇപ്പോൾ മുനമ്പ് അടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാകുന്നത്. കാരണം തങ്ങൾ കാലാകാലങ്ങളായി ജീവിച്ചു വരുന്ന ഇടമാണ്, വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് എന്ത് നീതിയാണ് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ കുടുംബങ്ങളിലെ ആളുകൾ നാളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇത് സംബന്ധിച്ച നിവേദനം നൽകാൻ പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ BJP നേതാക്കൾ ഈ കുടുംബങ്ങളെ കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായും നിയമപരമായും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഒപ്പം തന്നെ മുനമ്പം മോഡൽ പോലെ മുനമ്പൻ രീതിയിൽ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ഈ 37 കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് BJP തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ചാവക്കാട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ചാവക്കാട് മുനമ്പം രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 37 കുടുംബങ്ങൾക്കാണ് വഖഫ് ബോർഡ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 37 കുടുംബങ്ങൾക്ക് ചാവക്കാട് വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടി തലപ്പുഴയിൽ സമാനമായ സംഭവം ഉണ്ടായത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വഖഫ് ബോർഡിന്റെ നോട്ടീസ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിലാണ്. വഖഫ് ബോർഡിന് മറുപടി നൽകുക എന്നുള്ളതാണ് അടുത്ത നടപടി. അത് നടന്നില്ല എങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനവും. മുനമ്പം വിഷയത്തിൽ ഇന്ന് ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത് 10 മിനിറ്റ് സമയം കൊണ്ട് ഈ വിഷയം പരിഹരിക്കുവാൻ സർക്കാരിന് കഴിയുമായിരുന്നു, പക്ഷേ നീട്ടിക്കൊണ്ടു പോയത് BJPയെ സഹായിക്കുവാനാണെന്നാണ്. ഇങ്ങനെ ഒരു ആരോപണമാണ് VD സതീശൻ ഇന്ന് ഉന്നയിച്ചത്. സമസ്തയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. മുനമ്പം വിഷയം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്ന് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സർക്കാർ ചർച്ച നീട്ടിയത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കുകയാണെന്നും SYS. വഖഫിനെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും അബ്ദുസമദ് പൂക്കോട്ടൂർ ആരോപിക്കുന്നു.